وعلى آله وصحبه أجمعين أما بعد സൂറത്ത് നൂറിലെ ആദ്യത്തെ വചനങ്ങളെക്കുറിച്ചാണ് നമ്മൾ അവസാനത്തെ മജ്‌ലിസിൽ നമ്മൾ ചർച്ച ചെയ്തത്. ഇസ്ലാം ഏറ്റവും നികൃഷ്ടമായി കാണുന്ന സിന, അതിൻ്റെ ശിക്ഷയും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നമ്മൾ പറയുകയുണ്ടായി. അവിവാഹിതനായ സ്ത്രീ പുരുഷന്മാരാണെങ്കിൽ അവർക്ക് 100 അടി അടിക്കുകയും 1 വർഷത്തേക്ക് നാട് കടത്തുകയും ചെയ്യണമെന്നുള്ളതാണ് അവർക്കുള്ള നിയമം. എന്നാൽ ചില മദ്ഹബുകളിൽ ഈ നാട് കടത്തുന്നതിൽ അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ടുണ്ട്. അഥവാ നാട് കടത്തൽ കൊണ്ട് പ്രയോജനമില്ല എന്ന് കാണുകയാണെങ്കിൽ നാട് കടത്തേണ്ടതില്ല, 100 ചാട്ടവാറ് കൊണ്ട് അടി മാത്രം മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. വിവാഹിതരായ സ്ത്രീ പുരുഷന്മാരാണ് എങ്കിൽ ആ പാപത്തിന് 4 സാക്ഷികൾ ഉണ്ട് എങ്കിൽ അവരെ മരണം വരെ എറിയണം. അത് വൽയശ്ഹദ് അദാബഹുമാ ത്വാഇഫത്തും മിനൽ മുഅ്മിനീൻ. ആ ശിക്ഷാ നടപടി ഹാക്കിമ്, ഭരണാധികാരി നടപ്പിലാക്കുന്ന സന്ദർഭത്തിൽ ഒരു സംഘം മുഅ്മിനീങ്ങൾ അതിന് ഹാജരാവുകയും ചെയ്യണം എന്നും ഖുർആൻ പറയുകയുണ്ടായി. പുരുഷനെയാണ് എറിയുന്നത് എങ്കിൽ ആ പുരുഷനെ ജനസമക്ഷത്തിൽ സാധാരണഗതിയിൽ എറിയാവുന്നതാണ്. നിന്നുകൊണ്ട് എറിയണം, അവനെ നിർത്തിച്ചിട്ട് എറിയണം എന്നുള്ളതാണ് നമുക്ക് ഹദീസുകളിൽ നിന്നും മറ്റും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. എന്നാൽ സ്ത്രീയെ ആണ് ഈ രീതിയിൽ ശിക്ഷിക്കുന്നത് എങ്കിൽ ഈ പറയപ്പെട്ടവരെ നിർത്തിച്ചിട്ട് എറിയാൻ വേണ്ടി പാടില്ല. ആ സ്ത്രീയെ സാധാരണഗതിയിലുള്ള വസ്ത്രങ്ങൾ ധരിപ്പിക്കുന്നതിന് പുറമെ ഒരു വസ്ത്രം കൂടി ധരിപ്പിച്ച് അത് ശരിയായി ശരീരത്തിൽ ചുറ്റിക്കെട്ടിയിട്ട് വേണം എറിയാൻ, അതും ഇരുത്തിക്കൊണ്ട് എന്ന് നമുക്ക് ഫുഖഹാ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ആ വേളയിൽ പോലും പരിശുദ്ധമായ ഇസ്ലാം സ്ത്രീയുടെ നഗ്നത വെളിവാകുന്നതുമായി ബന്ധപ്പെട്ടും അന്യപുരുഷന്മാർ സ്ത്രീകളെ കാണുന്നതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ വളരെയേറെ ജാഗ്രത പുലർത്തിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ശേഷമുള്ള ആയത്തിൽ അള്ളാഹു പറയുന്നത് അസ്സാനി ലാ യൻകിഹു ഇല്ലാ സാനിയതൻ ഔ മുശ്രികതൻ. ഒരു സിന ചെയ്യുന്ന മോശക്കാരിയായ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നത് ഒരു മുഅ്മിനായ മനുഷ്യന് യോജിച്ചതല്ല. പാതിവൃത്യമുള്ള ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ളൊരു സ്ത്രീയെ വിവാഹം കഴിക്കൽ അവർക്ക് യോജിച്ചതല്ല. വസ്സാനിയതു ലാ യൻകിഹുഹാ ഇല്ലാ സാനിൻ ഔ മുശ്രിക്. ഇതുപോലെ നേരെ തിരിച്ചിട്ടും ഒരു സ്ത്രീ അത്തരക്കാരിയാണെങ്കിൽ ആ സ്ത്രീ വിവാഹം കഴിക്കുന്നത് അങ്ങനെ മോശമുള്ള ഒരാളായിരിക്കും. അതല്ലാതെ ഈ പറയപ്പെട്ടതുപോലെ ഒരു നല്ല മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം, സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർ തമ്മിൽ പരസ്പരം വിവാഹം കഴിക്കൽ യോജിച്ചതല്ല. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മക്കയിൽ അങ്ങനെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീ ഉമ്മു മഹ്സൂൽ എന്നാണ് ആ സ്ത്രീയുടെ പേര്. ഉമ്മു മഹ്സൂൽ ഈ പറയപ്പെട്ട മോശമായ ജീവിതം നയിക്കുന്ന സ്ത്രീയായിരുന്നു. അപ്പോൾ ഈ സ്ത്രീയെ വിവാഹം കഴിച്ചു കൊള്ളട്ടെ എന്നൊരു സഹാബി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അനുവാദം ചോദിക്കുകയുണ്ടായി. ആ അവസരത്തിലാണ് അല്ലാഹു തആല ആയത്തിറക്കുന്നത്, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള സ്ത്രീകളെ വിവാഹം കഴിക്കൽ അനുവദനീയമല്ല. കാരണം എന്താണ്? ആ പാപത്തിൽ നിന്ന് തൗബ ചെയ്യാത്തിടത്തോളം കാലം അത് വീണ്ടും ആവർത്തിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല, ഇനി ഒരു വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അത് ഇയാളുടെ കുടുംബജീവിതത്തിനെയും ഭാവിയും കൂടി ഇടങ്ങേറിലാക്കാൻ സാധ്യതയുണ്ട് എന്ന് അല്ലാഹു തആല വിലക്കുകയുണ്ടായി. എന്നാൽ ഇനി ഒരു സ്ത്രീ ആത്മാർത്ഥമായി തൗബ ചെയ്യുന്നു, പശ്ചാത്തപിക്കുന്നു, ഖേദിച്ചു മടങ്ങുന്നു, പിന്നെ ആ സ്ത്രീ വിവാഹം കഴിക്കുന്നതിൽ തടസ്സമില്ല എന്നാണ് ഫുഖഹാ പഠിപ്പിക്കുന്നത്. വഹുർരിമ ദാലിക അലൽ മുഅ്മിനീൻ. ഈ പറയപ്പെട്ട കാര്യം, ഇങ്ങനെ മോശക്കാരിയായി ഒരു സ്ത്രീ വിവാഹം കഴിക്കൽ അത് മുഅ്മിനീങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഈ തിന്മ അതീവ ഗുരുതരമായ തിന്മയാണ് സിന എന്ന് പറയുന്നത്. അപ്പോൾ അത് ചെയ്യൽ ഭയങ്കരമായ തെറ്റാണ്. ഇനി ഇസ്ലാം പഠിപ്പിക്കുന്നത് ഒരാളെ സംബന്ധിച്ച് അയാൾ സിന ചെയ്തവനാണ്, അല്ലെങ്കിൽ ഒരു പെണ്ണിനെ സംബന്ധിച്ച് അവൾ സിന ചെയ്തവളാണ് എന്ന് പറയുന്ന അപവാദത്തിനെ സംബന്ധിച്ചാണ്. വല്ലദീന യർമൂനൽ മുഹ്സനാത്തി. ആരെങ്കിലും അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന മുഅ്മിനത്തായ ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവൾ വ്യഭിചാരിണിയാണ് എന്ന അപവാദം പറഞ്ഞാൽ, അത് ഖുർആനിൽ പെണ്ണിനെ സംബന്ധിച്ചാണ് പരാമർശമെങ്കിലും അത് ആണിനും പെണ്ണിനും ബാധകമാണ്. ഒരാണിനെ സംബന്ധിച്ച് പറയാണ്, അയാൾ മുസ്ലിമാണ്, അയാൾ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന നല്ല മനുഷ്യനാണ്.
അയാളെ സംബന്ധിച്ച് അയാൾ മോശത്തരം ചെയ്യുന്നവനാണ് എന്ന അപവാദം പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ ഗുരുതരമായ തിന്മയാണ്. ഇസ്ലാം എണ്ണിയ വൻപാപങ്ങളുടെ കൂട്ടത്തിൽ ഖദ്ഫുൽ മുഹ്സനാത്ത്, ഈ പറയപ്പെട്ട പോലെ വ്യഭിചാര ആരോപണം അതീവ ഗുരുതരമായ പാപമായി ശറഅ് എണ്ണിയിട്ടുണ്ട്. അപ്പൊ എന്താണ് ആയത്തിൽ സ്ത്രീയെ സംബന്ധിച്ച് മാത്രം പറഞ്ഞത്? കൂടുതലും ഇത് സംഭവിക്കുക സ്ത്രീകളുടെ മേലാണ് ഈ അപവാദം ഉണ്ടാകുക. പുരുഷന്മാരെ ഭയപ്പെട്ടിട്ട്, ഇപ്പൊ ഒരു നാട്ടിലുള്ള ഒരാൾ വേറൊരാളെ സംബന്ധിച്ച് അങ്ങനെ ആരോപണം നടത്താൻ അങ്ങനെ ധൈര്യം കാണിക്കൂല. കാരണം ധൈര്യം അങ്ങനെ ഒരു അപവാദം നടത്തിയിട്ടുണ്ടെങ്കിൽ പിറ്റേന്ന് ഇവനിക്ക് റോട്ടുമെന്ന് ഇറങ്ങിയിട്ട് നടക്കണമല്ലോ. അപ്പൊ അത് ഭയപ്പെട്ടിട്ട് അങ്ങനെ അപവാദം നടത്താൻ സാധ്യതയില്ല. പക്ഷെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീന്റെ വിവാഹം മുടക്കണമെങ്കിൽ, അല്ലെങ്കിൽ ആ തറവാട്ടിൽ ആരോടെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ ആ സ്ത്രീയെ സംബന്ധിച്ച് അങ്ങനെയുള്ള ഒരു രണ്ട് വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ ആ ദേഷ്യമൊക്കെ തീർക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് അള്ളാഹു താല പറഞ്ഞു, അങ്ങനെ ആരെങ്കിലും ആരോപണം നടത്തിയാൽ സുമ്മലം യഅ്തു ബിഅർബഅത്തി ശുഹദാ, അവൻ കോടതിയിൽ 4 സാക്ഷികളെ ഹാജരാക്കണം. തമാശ അല്ലേ ഇത്? നമ്മളിന്ന് സോഷ്യൽ മീഡിയയിൽ കമന്റ് ചെയ്യാണ്. ഇവള് പല പല വാക്കുകളുമുണ്ട്. ഇന്ന് നമ്മളെ കൊളോക്കിയൽ ലാംഗ്വേജസ് ഉണ്ട്. ഇങ്ങനത്തെ ആളുകളെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പല വാക്കുകളുമുണ്ട്. നമ്മൾ അവരെ സംബന്ധിച്ച് ഇങ്ങനെ എഴുതി വിടുകയാണ്. അല്ലെങ്കിൽ നമ്മളെ സംസാരത്തിൽ ഇങ്ങനെ പറയും, ആ ഓനല്ലേ, ഓന് അങ്ങനെയാണ്, അല്ലെങ്കിൽ അവളല്ലേ, അവള് ഇന്ന കാര്യമാണ് എന്ന് പറയുകയാണെങ്കിൽ അവിടെ അവൻ വൻപാപിയായി തീർന്നു. ഇസ്ലാമിക ശരീഅത്താണെങ്കിൽ സുമ്മലം യഅ്തു ബിഅർബഅത്തി ശുഹദാ, 4 സാക്ഷിയെ ഹാജരാക്കണം. അങ്ങനെ സാക്ഷിയെ ഹാജരാക്കുന്നില്ലെങ്കിൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് ഫജ്ലിദൂഹും സമാനീന ജൽദത്തൻ, ഈ ആരോപണം നടത്തിയവനെ 80 അടി അടിക്കണം. ഇനി മേലാൽ അവൻ പറയാൻ വേണ്ടി പാടില്ല. കാരണം എന്താണെന്നറിയോ, ഒരാള് ഇപ്പൊ ഞാൻ 10 ലക്ഷം രൂപ സാമ്പത്തിക തിരിമറി നടത്തിയിട്ടുണ്ട് എന്ന് എനിക്കെതിരെ ഒരു ആരോപണം വന്നാൽ എനിക്കത് തെളിയിക്കൽ എളുപ്പമാണ്. ഏത് മേഖലയുമായി ബന്ധപ്പെട്ടാണോ എനിക്കെതിരെ ആരോപണം വന്നത്, ആ കാര്യത്തിലെ അക്കൗണ്ട്സും അതിൻ്റെ കാര്യങ്ങളും വരവ് ചെലവ് കണക്കുകളൊക്കെ ഡൊമൈനിൽ പരസ്യമായി ഞാൻ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അതിൽ കുറ്റവിമുക്തനാണ് എന്ന് എനിക്ക് തെളിയിക്കാൻ വേണ്ടി പറ്റും. പക്ഷെ ഒരു ആണിനെതിരെയോ ഒരു പെണ്ണിനെതിരെയോ ഈ രീതിയിലുള്ള ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ അത് നടന്നിട്ടില്ല എന്ന് തെളിയിക്കൽ ഭയങ്കരമായ പ്രയാസമുള്ള കാര്യമാണ്. 2, ആ മനുഷ്യന്റെ അന്തസ്സിനെ തകർത്ത് കളയുന്ന കാര്യമാണ്. അതുകൊണ്ട് അള്ളാഹു താല പറഞ്ഞു, ആ മനുഷ്യനെ 80 അടി അടിക്കണം. ഹാക്കിമാണ് അടിക്കേണ്ടത്, ആരോപിക്കപ്പെട്ടവനല്ല. ഇപ്പോൾ ഒരു ആണിനെതിരെ ആരോപണം നടത്തി ആ ആണ് പോയിട്ടല്ല അടിക്കേണ്ടത്, ഹാക്കിമാണ് അടിക്കേണ്ടത്. മാത്രമല്ല അള്ളാഹു പറയുന്നു, വലാ തഖ്ബലൂ ലഹും ഷഹാദത്തൻ അബദാ, ഇനി ഈ മനുഷ്യനുണ്ടല്ലോ, ആരോപണം നടത്തിയ വ്യക്തി, അവനെ ഇസ്ലാമിക വിഷയങ്ങളിൽ സാക്ഷിയാക്കാൻ യോഗ്യനല്ല. നമ്മൾ പല വിഷയത്തിൽ സാക്ഷികൾ ആവശ്യമുണ്ടല്ലോ. ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മാസപ്പറ നോക്കാൻ സാക്ഷി വേണം, നിക്കാഹിന് സാക്ഷി വേണം, അതുപോലെ തന്നെ കച്ചവടം ഇടപാട് നടത്തുമ്പോൾ സാക്ഷികൾ വേണം. ഇതിലൊക്കെ സാക്ഷികൾ പറയുമ്പോൾ അതിലെ ഒരു ക്വാളിഫിക്കേഷനാണ് അവൻ ഫാസിഖാകാൻ പാടില്ല, തെമ്മാടിയാകാൻ പാടില്ല. അപ്പൊ ഇങ്ങനെ ഒരു മനുഷ്യൻ വ്യഭിചാര ആരോപണം നടത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവനെ ഇസ്ലാമിക വിഷയങ്ങളിൽ സാക്ഷിയാക്കാൻ യോഗ്യമല്ല എന്നാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. വഉലൈക ഹുമുൽ ഫാസിഖൂൻ, ഇങ്ങനെ ആരോപണം നടത്തിയവർ അവർ മോശക്കാരാണ്, തെമ്മാടികളാണ്. കാരണം അവർ ചെയ്തത് വൻപാപമാണ്. അതുകൊണ്ട് നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ വർത്തമാനങ്ങളിലൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ അതീവ സൂക്ഷ്മതയോട് കൂടിയിട്ട് വേണം സംസാരിക്കാൻ. എനിക്ക് വ്യക്തിപരമായി ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് ആരോപിക്കാൻ അവകാശമില്ല. അത് എനിക്കറിയാം, അത് എൻ്റെ അടുത്ത് വെക്കുക എന്നതല്ല, അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാം എന്നതല്ലാതെ അവനെ സംബന്ധിച്ച് ഒരു പ്രചരണം നടത്തണമെങ്കിൽ 4 സാക്ഷികൾ നിർബന്ധമാണ് എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. എന്നാൽ ഒരു മനുഷ്യനങ്ങനെ ആരോപണം നടത്തിപ്പോയി, അബദ്ധം സംഭവിച്ചു എന്നതുകൊണ്ട് ഇനി കാലാകാലത്തേക്ക് അവനെ സാക്ഷിയാക്കാൻ പറ്റാതെ സമൂഹം അവനെ ഫാസിഖായി ചാപ്പകുത്തണം എന്നാണ് അള്ളാഹു പറയുന്നത്? അല്ല. ഇല്ലല്ലദീന താബു, ആ മനുഷ്യനിക്ക് താൻ ചെയ്ത തെറ്റ് മനസ്സിലായി, അവൻ തൗബ ചെയ്തു, മിൻ ബഅദി ദാലിക, ഈ പറയപ്പെട്ടതിന് ശേഷം, വഅസ്ലഹു, അവൻ പിന്നീട് നല്ല നിലക്ക് ജീവിക്കുകയും ചെയ്താൽ, ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം, അവൻ ഫാസിഖ് എന്ന യോഗ്യത മാറിയിട്ട് അവന് ഈ പറയപ്പെട്ടതുപോലെ ബാക്കി കാര്യങ്ങളിൽ സാക്ഷിയാകാനും മറ്റും ഇടപെടലിന് പറ്റുമെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? ഒരാൾ ഈ പറയപ്പെട്ട തിന്മ ചെയ്തിട്ടുണ്ട് എന്ന് സ്ഥിരപ്പെടണമെങ്കിൽ 4 സാക്ഷികൾ നിർബന്ധമാണ്. അപ്പോൾ ഈ ആയത്തൊക്കെ ഇങ്ങനെ ഇറങ്ങി 4 സാക്ഷിനെ ഹാജരാക്കിയിട്ടില്ലെങ്കിൽ അടി കിട്ടും, അല്ലെങ്കിൽ ആ രീതിയിൽ അതല്ലാത്ത വേറൊരു വകുപ്പില്ല, അല്ലെങ്കിൽ ചെയ്ത ആൾ വന്നിട്ട് ഹാക്കിമിന്റെ മുമ്പിൽ ഏറ്റു പറയണം. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ചില സഹാബാക്കൾ പറഞ്ഞു, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, പല ഘട്ടങ്ങളിൽ ചിലപ്പോഴൊക്കെ സ്വന്തം ഭാര്യയുമായി ബന്ധപ്പെട്ട് ഇങ്ങനൊരു പ്രശ്നമുണ്ടായാൽ ഞങ്ങൾ എന്ത് ചെയ്യും?
ഒരാൾ അള്ളാഹു നമ്മൾക്ക് കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മളെ തലമുറയെ നമ്മളെ വേണ്ടപ്പെട്ടവരൊക്കെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. തൻ്റെ ഭാര്യയെ ഒരു അന്യപുരുഷന്റെ കൂടെ പിടിച്ചാൽ ഇത് ഭർത്താവ് മാത്രമേ കണ്ടിട്ടുള്ളൂ, ഇവനിത് എങ്ങനെ തെളിയിക്കും? ഇസ്ലാമിൻ്റെ നിയമപ്രകാരമാണെങ്കിൽ 4 സാക്ഷിനെ കണ്ടുകിട്ടണം. അപ്പോൾ ഒരു സഹാബി ചോദിച്ചു, യാ റസൂലല്ലാഹ്, അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ കയറുമ്പോൾ ഒരു അന്യപുരുഷനെ കണ്ടാൽ ഞാൻ 4 സാക്ഷിനെ അന്വേഷിക്കാനാണോ പോകേണ്ടത്? ഞാൻ 4 സാക്ഷിനെ അന്വേഷിക്കാണോ പോകേണ്ടത്? ഇനി ഞാനെങ്ങാനും അവനെ കയറി തച്ച് അവനെ കൊന്നു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ എന്നെ കൊല്ലപ്പെടും, എന്നെ വധിക്കപ്പെടും. ഞാൻ അപവാദം നടത്തുകയാണെങ്കിൽ ഞാൻ പിടിക്കപ്പെട്ട് എനിക്ക് 80 അടി കിട്ടുകയും ചെയ്യും. അപ്പൊ ഇതിനൊരു പരിഹാരം വേണം. കാരണം ഇതൊരു പ്രത്യേക കേസാണ്. മറ്റു മനുഷ്യന്മാർക്കെതിരെ അപവാദം നടത്തുന്നത് പോലെയല്ല. സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു തആല അൻഹു ഈ ചർച്ച ഇങ്ങനെ നടത്തി. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും മിണ്ടിയില്ല, കാരണം വഹി ഇറങ്ങിയില്ല. ഇതാണ് നിലവിൽ ഈ വിഷയത്തിൽ വന്നിരിക്കുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. പിറ്റേന്ന് രാവിലെ ഹിലാൽ ഇബ്നു ഉമയ്യ റളിയല്ലാഹു തആല അൻഹു എന്ന് പറഞ്ഞ സഹാബി നബി തങ്ങളുടെ അടുക്കലേക്ക് വന്നു. ഹിലാൽ ഇബ്നു ഉമയ്യ പറഞ്ഞു, ഞാൻ ഇന്നലെ വീട്ടിലേക്ക് ചെല്ലുന്ന സന്ദർഭത്തിൽ എൻ്റെ വീട്ടിൽ ഒരു അന്യപുരുഷനെ ഞാൻ കൈയോടെ പിടികൂടി. അല്ലാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ ആരോപണം നടത്തി. ആരെ പറ്റിയിട്ട്? സ്വന്തം ഭാര്യയെ പറ്റിയിട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 4 സാക്ഷി വേണമെന്ന് പറഞ്ഞു. അൽ ബയ്യിന, തമാശല്ല, 4 സാക്ഷി വേണം, അല്ലെങ്കിൽ നിനക്ക് അടി കിട്ടും. ഹിലാൽ ഇബ്നു ഉമയ്യ പറഞ്ഞു, ഞാൻ കണ്ടത് സത്യമാണ്, ഈ വിഷയത്തിൽ അള്ളാഹു എന്നെ സഹായിക്കുകയും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മിണ്ടാതിരുന്നു. അടിക്കാനുള്ള ഉത്തരവ് സഹാബാക്കൾക്ക് കൊടുക്കുകയും ചെയ്തു. ഈ സമയത്ത് സഹാബാക്കൾ നോക്കുമ്പോൾ നബി തങ്ങളുടെ മുഖം മാറാൻ വേണ്ടി തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹി ഇറങ്ങുന്ന സന്ദർഭത്തിൽ മുഖത്ത് അതിന്റെ മാറ്റം കാണാൻ വേണ്ടി സാധിക്കും. സഹാബാക്കൾ പറയുമായിരുന്നു, മുഖത്തൊരു പ്രത്യേക ഭാവത്തിലുള്ള ഭാവവ്യത്യാസവും, മുഖം ചുവക്കുകയും നെറ്റിയിൽ നിന്നും വേർപ്പ് കണങ്ങളൊക്കെ വരികയും ചെയ്യും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കുമ്പോൾ സഹാബാക്കൾ ഈ രീതിയിലാണ് കാണുന്നത്. അപ്പോൾ സഹാബാക്കൾക്ക് മനസ്സിലായി എന്തോ ഒരു ആയത്ത് ഇറങ്ങുന്നുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അല്ലാഹു തആല ഈ വിഷയത്തിൽ അടുത്തൊരു നിയമം അല്ലാഹു ഇറക്കുകയാണ്. അതാണ് ശേഷമുള്ള ആയത്തിൽ പറയുന്നത്. ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയെ ഈ മോശപ്പെട്ട അവസ്ഥയിൽ കണ്ടു. പിന്നെ അവർക്ക് എങ്ങനെ ഭാര്യ ഭർത്താവ് ജീവിക്കാൻ വേണ്ടി സാധിക്കും? അതിലൊരു കുഞ്ഞ് ഗർഭിണിയായി ആ സ്ത്രീ, അത് എൻ്റെതല്ലല്ലോ, അത് എൻ്റെതെല്ലാം തെളിയിക്കുകയും ചെയ്യണം കോടതിയിൽ. അതിന് പറഞ്ഞ 4 സാക്ഷിയെ തേടിപ്പോകലൊന്നും സാധ്യമല്ല. അപ്പൊ അല്ലാഹു തആല പറഞ്ഞു, വല്ലദീന യർമൂന അസ്വാജഹും, സൂറത്ത് നൂറിൽ 6-ാമത്തെ ആയത്ത്. ആരെങ്കിലും തൻ്റെ ഭാര്യയെ പറ്റി ഇങ്ങനെ അപവാദം നടത്തി, തൻ്റെ ഭാര്യ ഇങ്ങനെ മോശം ചെയ്തിട്ടുണ്ട്, വലം യകുല്ലഹും ശുഹദാഉ ഇല്ലാ അൻഫുസുഹും, അതാണെങ്കിൽ ഭർത്താവ് മാത്രമേ കണ്ടിട്ടുള്ളൂ എങ്കിൽ എന്താ ഭർത്താവ് ചെയ്യേണ്ടത്? അതിൻ്റെ ആശയച്ചുരുക്കം ഞാൻ പറയാം. കോടതിയിൽ 2 ആളെയും വിളിപ്പിക്കും. ഭർത്താവാണല്ലോ ആരോപണം നടത്തുക, സ്വാഭാവികമായിട്ടും ഭർത്താവിനോട് ജഡ്ജി പറയണം 4 വട്ടം സത്യം ചെയ്ത് പറയണം. അപ്പം അയാൾ പറയാണ് അയാളെ ഭാര്യ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എങ്കിൽ ശേഷം ബില്ലാഹി ഇന്നഹു ലമിനസ് സാദിഖീൻ, അള്ളാഹുവിനെ തന്നെയാണ് സത്യം, ഞാൻ പറഞ്ഞത് സത്യമാണ്, അള്ളാഹുവിനെ തന്നെയാണ് സത്യം, ഞാൻ പറഞ്ഞത് സത്യമാണ്, ഇങ്ങനെ 4 പ്രാവശ്യം പറയണം. കാരണം എന്തിന്റെ പകരം? 4 സാക്ഷിക്ക് പകരം 4 സത്യം. അങ്ങനെ ചെയ്തതിന് ശേഷം ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിലാൽ ഇബ്നു ഉമയ്യനെ വിളിച്ചു, ഭാര്യനെ വിളിപ്പിച്ചു. എന്നിട്ട് 5-ാമത്തെ വട്ടം പറയുന്നതിന് മുമ്പ് പറയും, ദാ ഇനി നീ പറയാൻ വേണ്ടി പോകുന്നത് ഒരു വട്ടം കൂടി പറയും, ലാസ്റ്റത്തെ ഒരു സെന്റൻസും കൂടിയുണ്ട്, അതും കൂടി പറഞ്ഞാൽ ഒന്നിക്കിൽ ഇപ്പൊ തൽക്കാലം നിനക്ക് ഇവിടുന്ന് അടിയിൽ നിന്ന് രക്ഷപ്പെടാം. ഈ 4 വട്ടം പറഞ്ഞതിന് പിന്നെ ഹാക്കിമിന് എന്ത് ചെയ്യാൻ പാടില്ല? 80 അടി അടിക്കാൻ പാടില്ല. പക്ഷെ ആഖിറത്തിൽ അള്ളാഹു നിന്നെ വിടൂല. അതുകൊണ്ട് സൂക്ഷിച്ചിട്ട് വേണം പറയാൻ. 5-ാമത്തെ എന്താ പറയേണ്ടത്? വൽ ഖാമിസതു അന്ന ലഅനതല്ലാഹി അലൈഹി ഇൻ കാന മിനൽ കാദിബീൻ, കോടതിയിൽ പറയണം, അഥവാ ഞാൻ എൻ്റെ ഭാര്യക്കെതിരെ ഉന്നയിച്ച ഈ ആരോപണം കളവാണെങ്കിൽ എൻ്റെ മേൽ അള്ളാഹുവിന്റെ ശാപമുണ്ടാകട്ടെ. അപ്പൊ കുറച്ചൊരു പേടിയുള്ളവനാണെങ്കിൽ എന്ത് ചെയ്യും? അല്ലെ, പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ പറയാറുണ്ട്, മുസ്ലിമീങ്ങളെ ഇന്റർഗേറ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണെന്ന് പറയും. മുസ്ലിമീങ്ങളെ വിചാരണ ചെയ്യാൻ, ചോദ്യോത്തരം ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. എന്താ കാര്യം? മുസ്ലിമാണ്, താമ്പൊക്കെ ഉണ്ട്, മുഖത്തൊരു ഇമാന്റെ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു മുസാഫ് അങ്ങ് മുമ്പിൽ വെച്ചു കൊടുക്കും ചോദ്യം ചെയ്യുന്നതിന് മുമ്പ്. അല്ലെങ്കിൽ മൂപ്പര് പറഞ്ഞിട്ട് ആ മുസാഫ് ഒന്ന് തൊട്ടിട്ട് പറ, നീ ചെയ്തത്, നീ പറയുന്നത് സത്യമാണെന്ന്. അപ്പൊ 5-ാമത്തെ വട്ടം അവന് പറയണം, ഞാൻ പറയുന്നത് കളവാണെങ്കിൽ എൻ്റെ മേൽ അള്ളാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ. അങ്ങനെ ഹിലാൽ ഇബ്നു ഉമയ്യ 5 വട്ടം പറഞ്ഞു. 4 വട്ടം താൻ സത്യമാണ് എന്ന് പറഞ്ഞു. 5-ാമത്തെ വട്ടം ഈ പറയപ്പെട്ട രൂപത്തിൽ ഞാൻ പറഞ്ഞ കളവാണെങ്കിൽ എൻ്റെ മേൽ അള്ളാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ. അപ്പൊ എന്താ ഓപ്ഷൻ ഉള്ളത്? ഭാര്യനോട് ചോദിക്കുമല്ലോ. അപ്പൊ അവിടെ 2 സാധ്യത. ഒന്നുകിൽ ഭാര്യ എന്ത് ചെയ്യും? സമ്മതിക്കും,
സമ്മതിച്ചാൽ പിന്നെന്താ നടപടി? എറിഞ്ഞുമില്ല. ഹിലാൽ ഇബ്നു ഉമയ്യന്റെ ഭാര്യനെ വിളിച്ചു. വയദ്റഉ അൻഹൽ അദാബ, അവൾക്ക് ശിക്ഷയെ തടയാൻ സാധിക്കും. അൻ തശ്ഹദ അർബഅ ഷഹാദാത്തിൻ ബില്ലാഹ്. ഇനിയിപ്പോൾ നേരെ ഇതില്ലാണ്ട് സംഭവിക്കാലോ. ഒരു ഭർത്താവിന് തൻ്റെ ഭാര്യനോട് ദേഷ്യമുണ്ട്, 4 ആളെ മുമ്പിൽ അവളെ വഷളാക്കണം, എനിക്ക് അള്ളാഹിനെ പേടിയില്ല, 4 സത്യം ചെയ്ത് പറഞ്ഞാൽ എന്താ പ്രശ്നം? അങ്ങനെ ചിന്തിക്കുന്ന ആളുണ്ടാവുമല്ലോ. അപ്പൊ ഇവളുടെ മേൽ ആണല്ലോ ശിക്ഷാ നടപടി ഉണ്ടാവുക. അപ്പൊ അവൾക്ക് എങ്ങനെ ഇതിനെ ഡിഫെൻഡ് ചെയ്യാം? അവള് പറയേണ്ടത് അൻ തശ്ഹദ അർബഅ ഷഹാദാത്തിൻ ബില്ലാഹ്. അപ്പൊ ഹിലാൽ ഇബ്നു ഉമയ്യന്റെ ഭാര്യനോട് ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ഈ പറയുന്നത് സത്യമാണോ എന്ന് ചോദിച്ചു. ഹിലാൽ ഇബ്നു ഉമയ്യന്റെ ഭാര്യ നബി തങ്ങളോട് പറഞ്ഞു, സംഗതി ശരിയാണ്, പക്ഷേ ഞാൻ എൻ്റെ ഗോത്രത്തിനെ മോശമാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം താൻ ഈ പറയപ്പെട്ട വ്യഭിചാരത്തിൽ എറിഞ്ഞു കൊല്ലപ്പെട്ടാൽ തലമുറകളോളം അതിൻ്റെ ദുഷ്പേര് ഞാൻ കേൾക്കേണ്ടി വരും. മാത്രമല്ല അതിൽ ഹിലാൽ ഇബ്നു ഉമയ്യന്റെ ഭാര്യ ഗർഭിണിയുമായി. അപ്പൊ 4 വട്ടം ഇനി പെണ്ണാണ് പറയേണ്ടത്. എന്താ പറയാ? ഇന്നഹു ലമിനൽ കാദിബീൻ, അള്ളാഹുവിനെ തന്നെയാണ് സത്യം, എൻ്റെ ഭർത്താവ് കള്ളനാണ്, പറഞ്ഞത് കളവാണ്. അള്ളാഹുവിനെ തന്നെയാണ് സത്യം, എൻ്റെ ഭർത്താവ് പറഞ്ഞത് കളവാണ്. അള്ളാഹുവിനെ തന്നെയാണ് സത്യം, എൻ്റെ ഭർത്താവ് പറഞ്ഞത് കളവാണ്. ഇങ്ങനെ 4 വട്ടം പറയണം. എന്നിട്ട് ഹാക്കിമ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, എന്നെ 5ാമത് വട്ടം ഫൈനൽ ഭർത്താവിനെ പറയാൻ വേണ്ടി പോകുന്നത്. ഇപ്പൊ നീ ഇത് പറഞ്ഞാൽ നിന്റെ മേലെ അടിയുണ്ടാവൂല, വ്യഭിചാരത്തിന്റെ പേരിൽ കല്ലേറുണ്ടാവൂല, പക്ഷെ ആഖിറത്തിൽ നിന്നെ പിടിക്കപ്പെടും. വൽ ഖാമിസത അന്ന ഗളബല്ലാഹി അലൈഹാ ഇൻ കാന മിനസ് സാദിഖീൻ. 5ാമത്തെ വട്ടം പെണ്ണ് പറയേണ്ടത്, അഥവാ ഞാൻ പറയുന്നത്, എൻ്റെ ഭർത്താവ് പറഞ്ഞത് സത്യമാണെങ്കിൽ എൻ്റെ മേൽ അള്ളാഹുവിൻ്റെ കോപമുണ്ടാകട്ടെ എന്ന് പറയണം. ഈ പറയലോടുകൂടി ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ ഇലാ യൗമിൽ ഖിയാമ ബന്ധം വേർപെട്ടു. ഇനി ഒരു വിധേനയും ഇവർക്ക് തമ്മിൽ ഒന്നിക്കാൻ സാധിക്കൂല. സാധാരണഗതിയിൽ ത്വലാഖ് നടന്നു എന്ന് വിചാരിക്കുക, ഒരു ത്വലാഖ് നടന്ന് വേർപെട്ടു, ഇദ്ദ കഴിഞ്ഞാലും പുതിയ നിക്കാഹ് ചെയ്യാം. 2ാമതൊരു ത്വലാഖ് നടന്നു വിചാരിക്കാം, ഇദ്ദ കഴിഞ്ഞ് വേർപെട്ടാലും പുതിയ നിക്കാഹ് ചെയ്ത് വീണ്ടെടുക്കാം. 3 കഴിഞ്ഞു എന്ന് വിചാരിക്കാം. അപ്പൊ പിന്നെന്താ ഓപ്ഷൻ? ഇനി സ്വാഭാവികമായ വേറൊരു കല്യാണം നടക്കണം, അതിൽ ത്വലാഖ് നടക്കണം, എന്നാൽ ഇയാൾക്ക് വീണ്ടും കെട്ടാം. അങ്ങനെ ബാക്കി എല്ലാ ശരീഅത്തിന്റെ വൈവാഹിക വേർപാടിലും തിരിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. പക്ഷെ ഈ പരിപാടിയിൽ ഇതിന് ലിആൻ എന്നാണ് ഫിഖ്ഹിൽ പറയുക. ഇപ്പം പറഞ്ഞ പോലെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഈ ശാപ പ്രാർത്ഥന, ഇത് നടന്നു കഴിഞ്ഞാൽ പിന്നെ ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു ബന്ധമില്ല, കഴിഞ്ഞു, 2ആളും ഫിർഖത്തായി കഴിഞ്ഞു. അങ്ങനെ ഈ വിഷയത്തിൽ ഹിലാൽ ഇബ്നു ഉമയ്യന്റെ ആ കുട്ടിയുടെ വിഷയത്തിൽ പിന്നെ ഹിലാലിലേക്കല്ല ചേർക്കപ്പെടുക, അത് ആ സ്ത്രീയിലേക്കാണ് ചേർക്കപ്പെടുക. അപ്പൊ ആ പെണ്ണ് സമ്മതിച്ചല്ലോ, താൻ മോശം ചെയ്തിട്ടുണ്ട്, പക്ഷെ ഗോത്രത്തിന്റെ അഭിമാനം ഭയന്നുകൊണ്ടാണ് ഈ പറഞ്ഞ കാര്യം ചെയ്തത്. പിന്നെന്താ ചെയ്യുക? 2ആളും വേർപെട്ടു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഈ പറയപ്പെട്ടതുപോലെ അല്ലാഹു തആല ഇവിടെ ഒരു നിയമം പറഞ്ഞത് കൊണ്ടാണ് ഞാൻ അവിടെ നിർത്തുന്നത്, അല്ലെങ്കിൽ അവളെ ഞാനൊരു പാഠം പഠിപ്പിച്ചേനെ. ഇനി അവര് വിട്ടേക്കണം. നബി തങ്ങൾ പറഞ്ഞു, ഇനി അവൾക്കെതിരെ ആരോപണം പറയാനോ ആ കുട്ടിക്കെതിരെ ആരോപണം പറയാനോ ഒന്നും വകുപ്പില്ല. ഇസ്ലാമിന്റെ ഫോക്കസ് എന്താണ്? ബാഹ്യമായി എന്താണോ പറയുന്നത്, നമ്മൾ പറയുന്ന ഒരു യാഥാർത്ഥ്യം ഉണ്ടാവും, ഒറിജിനൽ യാഥാർത്ഥ്യം ഉണ്ടാവും. ശറഅ് ഫോക്കസ് ചെയ്യുന്നത് ഒറിജിനൽ യാഥാർത്ഥ്യത്തിലേക്ക് നമുക്ക് ഹൃദയം തുറന്നിട്ട് പോകാനും നമുക്ക് സാധിക്കൂല. ഒരാൾ സത്യം ചെയ്തിട്ട് പറയാണ് ഞാൻ കട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ കട്ടിട്ടില്ല എന്ന് വിശ്വസിച്ചോളാം. ബാക്കി എന്താക്കും? ബാക്കി അള്ളാഹ് ഇടപെട്ടുള്ളൂ. അതിനാണ് സുപ്രീം കോടതി ഉള്ളത്. സുപ്രീം കോടതി ദുനിയാവിൽ തന്നെ വേണം നമ്മൾ വാശി പിടിച്ചിട്ട് കാര്യമില്ല. അപ്പൊ ഈ ലിആൻ എന്ന് പറയുന്ന അങ്ങനെ ഒരു പ്രത്യേക നിയമം ഇസ്ലാമിൽ വരികയുണ്ടായി. അത് ഖിയാമത്ത് നാൾ വരെ നടപ്പിലാകുന്ന വിഷയമാണ്. എൻ്റെ അള്ളാഹു പറയാണ്, ഈ പറയപ്പെട്ടതുപോലെ വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു, അള്ളാഹു നിങ്ങളോട് കരുണയും ഔദാര്യം ചെയ്തില്ല എങ്കിൽ, ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ ഭർത്താവ് കുടുങ്ങൂലേ? ആ കുഞ്ഞ് ആരതോ കുഞ്ഞ് ഇയാളെ ചെലവിലല്ലേ കഴിയേണ്ടത്. നബി തങ്ങൾ പറഞ്ഞു, ഈ സ്ത്രീ പ്രസവിക്കുമ്പോൾ നിങ്ങൾ നോക്കുക, ഹിലാൽ ഇബ്നു ഉമയ്യന്റെ കോലത്തിലാണ് ഉള്ളത് എങ്കിൽ ഈ കുഞ്ഞ് ഹിലാലിൻ്റെതായിരിക്കും. അങ്ങനെയല്ല, വേറൊരു വ്യക്തിയിലേക്ക് ചേർത്തിട്ടാണ് ഈ വിഷയം പറയപ്പെട്ടത്, ഇന്ന വ്യക്തിയാണ് അതിലെ വൃത്തികെട്ടവനെന്ന്, അവനെ പോലെയാണ് വരുന്നത് എങ്കിൽ അത് ഹിലാലിന്റെ കുഞ്ഞല്ല, അത് ആ വിചാരത്തിലുണ്ടായ കുഞ്ഞാണെന്ന്. പ്രസവത്തിന് ശേഷം സഹാബാക്കൾ പോയി നോക്കുമ്പോൾ ആ കുഞ്ഞ് മറ്റേയാൾ അതേ കോലത്തിലാ, ഹിലാൽ ഇബ്നു ഉമയ്യന്റെതല്ല. അപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞത്, ലൗലൽ ഐമാൻ, ഈ പറയപ്പെട്ടതുപോലെ ആ പെണ്ണ് സത്യം ചെയ്ത് പറഞ്ഞില്ല എന്ന് പറയുന്ന ആ വിഷയമൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അവളൊരു പാഠം പഠിപ്പിച്ചേനെ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇത് അതീവ ഗുരുതരമായ പാപമാണ്. അതിന്റെ നിയമവശങ്ങളാണ് ഈ പറയപ്പെട്ട ആയത്തുകളിൽ കൂടി നമ്മൾ പറഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സൂക്ഷിക്കണം.
വ്യക്തിപരമായി നമ്മൾ നമ്മുടെ ഇടപാടുകൾ നമ്മൾ സൂക്ഷിക്കണം. നമ്മുടെ കൂടെയുള്ള ആളുകളെ, നമ്മുടെ ഭാര്യ, നമ്മുടെ സഹോദരി, നമ്മുടെ ഉമ്മ, നമ്മുടെ പെൺമക്കൾ, ഇവരിലേക്കും പാപത്തിൻ്റെ വാതിലുകൾ നമ്മൾ അറിയാതെ തുറന്നിടുന്നില്ല എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പം നമ്മളൊക്കെ ഗൾഫുകാർ, നാട്ടിൽ ഭർത്താക്കന്മാരില്ലാത്ത ആളുകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു പൊല്ലാപ്പ് എന്താണ്? നമ്മളെ വീട്ടിലേക്ക് എപ്പോഴും സാധനം കൊണ്ടുവരാൻ വേണ്ടി ഒരാൾ, നമ്മളെ വീട്ടിലേക്ക് എപ്പോഴും പിന്നെ യാത്ര ചെയ്യാൻ വേണ്ടി ഒരു ഓട്ടോറിക്ഷക്കാരൻ, നമ്മളെ വീട്ടിലേക്ക് എപ്പോഴും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഒരു കാര്യസ്ഥൻ. ആര്? സ്വന്തം ജ്യേഷ്ഠനോ അല്ലെങ്കിൽ ഭാര്യൻ്റെ ജ്യേഷ്ഠനോ അനിയനൊന്നല്ല ഉണ്ടാകുക, അന്യപുരുഷന്മാർ. സ്ഥിരമായ ഒരു ഓട്ടോറിക്ഷക്കാരൻ, സ്ഥിരമായ ഒരു സാധനം കൊണ്ടുവരുന്നവൻ, സ്ഥിരമായ ഇടപാട് നടത്തുന്നവൻ, ഇതെല്ലാം അപകടത്തിലേക്കുള്ള വാതിലുകളാണ്. അല്ല, നമ്മുടെ നാട്ടിൽ ഒരു സ്ത്രീ ഡ്രൈവ് ചെയ്യുമ്പോൾ, ഞാൻ എൻ്റെ വിഷയത്തിന്റെ ഇത് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്, ഒരു സ്ത്രീ കാറെങ്ങാനും ഓടിച്ചിട്ട് പോകുന്നുണ്ടല്ലോ, നമ്മളെന്താ പറയാ? ഓ, ഭയങ്കരം തന്നെ അഹങ്കാരി, കാറിൽ ഓടിച്ചിട്ട് പോകുന്നതെന്നില്ലേ? അപ്പോൾ ഈ സ്ഥിരമായ ഒരു ഓട്ടോറിക്ഷക്കാരനെ വെച്ചിട്ട് ആ ഓട്ടോറിക്ഷയിൽ പോകുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഞാൻ പറയുന്നു, അങ്ങനെ ഒരു ഓട്ടോറിക്ഷ, നിങ്ങൾ വിദേശത്താണ്, ആ സ്ത്രീക്ക് പോകേണ്ടവരും, അങ്ങനെ ഓട്ടോറിക്ഷയിൽ പോകുന്നതിനേക്കാൾ നല്ലത് ആ സ്ത്രീ സ്വന്തമായിട്ട് കാർ ഓടിച്ചിട്ട് പോകുന്നതാ. ആ കാർ ഓടിച്ചിട്ട് പോകുമ്പോൾ കൂട്ടത്തിൽ മകളെയോ മകനെയോ ഒന്ന് ഇരുത്തണം എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ നമ്മൾ ഹറാമിലേക്ക് പോകരുത്. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആളുകളിലേക്ക് ഹറാമിന്റെ വാതിലുകൾ നമ്മൾ തുറന്നിടുന്നില്ല എന്നും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഇടപെടേണ്ടിടത്തൊക്കെ നമ്മൾ തന്നെ ഇടപെടണം. കുട്ടിന്റെ, നമ്മളെ മക്കളുടെ ടീച്ചേഴ്സ്, ഉസ്താദുമാർ, അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെടുന്ന ആളുകളുണ്ടല്ലോ, ഇവരൊന്നും നമ്മളെ ഭാര്യയല്ല കോണ്ടാക്ട് ചെയ്യേണ്ടത്. പിന്നെന്തിനാണെന്നും പറഞ്ഞ് നമ്മൾ നടക്കുന്നത്? എൻ്റെ കുഞ്ഞിൻ്റെ ടീച്ചേഴ്സിനോട് ആരുടെ കോണ്ടാക്ട് ചെയ്യേണ്ടത്? നമ്മൾ പറയും, അത് നീ വിളിച്ചാൽ മതി. നമ്മൾ മടിയന്മാരാ. അങ്ങനത്തെ കേസുകളൊക്കെ ആണുങ്ങന്മാർ ഒരു മടിയുണ്ട്, ഒരു അഴകുഴമ്പൻ നിലപാട് നമുക്കുണ്ട്. അത് നീ വിളിച്ചാൽ മതി. നമ്മൾ തുറന്നിടും, ഇവർ മെസ്സേജ് അയക്കും, ഇവർ കോളേജ് തമ്മിൽ ബന്ധാവും. എല്ലാം കഴിഞ്ഞിട്ട് അവസാനം എന്നെ പറ്റിച്ചില്ലേ, ചീറ്റത്തില്ല, ആരാ വാതിൽ തുറന്നെടുത്തത്? ആരാണ് വാതിൽ തുറന്നെടുത്തത്? അതുകൊണ്ട് ഈ വിഷയത്തിൽ നമ്മൾ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇസ്ലാം ആ വിഷയത്തിൽ അത്രയും കാർക്കശ്യം പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയും നമ്മുടെ തലമുറയും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ തിന്മകളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ. വ ആഖിറു അലാ ആലിഹി വസഹ്ബിഹി.